ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് തിയറംസ് ഒക്കെയുള്ള മൊഡ്യൂളാണ്. ആദ്യത്തെ ഒരു സെക്ഷനിലൊക്കെ കുറച്ചധികം തിയറംസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാനുള്ളതേ ഉള്ളൂ. മൊഡ്യൂൾ 4 ഗ്രാഫിന്റെ തന്നെ അറിയാമല്ലോ, കണ്ടിന്യൂവേഷൻ ആണ്. 4 മൊഡ്യൂളും ഗ്രാഫ് തന്നെയാണ്. ഇതിലാദ്യം പറയുന്നത് കട്ട് സെറ്റ് എന്താണെന്നാണ്. അതുപോലെ തന്നെ കട്ട് സെറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഈ സെക്ഷനിലാണ് തിയറംസ്, പ്രോപ്പർട്ടീസ് തിയറംസ് ആയിട്ട് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി ആണ്. കണക്ടിവിറ്റിയിൽ എഡ്ജ് കണക്ടിവിറ്റിയും വെർട്ടെക്സ് കണക്ടിവിറ്റിയും ഉണ്ട്. സിലബസ് ആണ് കേട്ടോ, സിലബസിന്റെ ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ ഒരു ഗ്രാഫിനെ എങ്ങനെയാണ് മെട്രിക്സിൽ റെപ്രസെന്റേഷൻ ചെയ്യുക. ഓക്കെ, നമുക്ക് വെർട്ടെക്സും എഡ്ജസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ. അപ്പോൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ 2 ടൈപ്പാണ് ഉള്ളത്. അഡ്ജസൻസി, ഇൻസിഡൻസ്. ഇത് രണ്ടും മെട്രിക്സ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സർക്യൂട്ട് മെട്രിക്സും പാത്ത് മെട്രിക്സും. കുറച്ചുള്ളൂ, ചെറിയ മൊഡ്യൂളാണ്. നമുക്കത് റിലാക്സ് ചെയ്ത് തന്നെ പഠിക്കാവുന്നതാണ്. തിയറംസ് വരുമ്പോഴാണ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താലോ അത് മറന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് തിയറം എഴുതി പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ കട്ട് സെറ്റ് എന്താണെന്ന് നോക്കാം. കട്ട് സെറ്റ്. അപ്പൊ സെറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. എക്സാമ്പിൾ, a set is set of alphabets in English A to Z, set of natural numbers, even numbers, odd numbers. അല്ലേ, നമുക്കറിയാം സെറ്റ് എന്താണെന്നറിയാം. അതിൻ്റെ തന്നെ സബ്സെറ്റ് എന്താണെന്നറിയാം. പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നറിയാം. ഞാൻ ചോദിക്കട്ടെ, എന്താ സബ്സെറ്റ് ആൻഡ് പ്രോപ്പർ സബ്സെറ്റ്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റും ഒക്കെ ഒന്ന് തന്നെയാണോ? ഐ ടേക്ക് എ സെറ്റ് A is equal to set of numbers less than 10 and less than 5. 1, 2, 3, 4 ഒരു സെറ്റ്. ഈ സെറ്റില് നിങ്ങൾക്കറിയാം A itself is a subset. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that A എന്ന സെറ്റും അതിൽ വരുന്ന എലമെന്റ്സുകളും അടങ്ങുന്ന മറ്റു സെറ്റുകളും അല്ലെ. ഇപ്പൊ 1, 2, 3 എയിലെ തന്നെ ഒരു സെറ്റാണ്, എലമെന്റ്സ് ആണ്, അതടങ്ങുന്ന സബ്സെറ്റ് 1, 2, 3. ഓക്കെ, അതറിയാവുന്ന കാര്യമാണ്. 1, 2, 4 അങ്ങനെ നമുക്ക് പല പല കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ 4 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് 2⁴ എലമെന്റ്സ് ഉണ്ട്. 2⁴ സബ്സെറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് സബ്സെറ്റ്സ്. അതുപോലെ തന്നെ 5 നൾ സെറ്റ് സബ്സെറ്റ് ആണ്, സിംഗിൾട്ടൺ സെറ്റ് സബ്സെറ്റ് ആണ് അല്ലെ. ഇതൊക്കെ സബ്സെറ്റ് ആണ്. ഞാൻ ചോദിച്ചത് എന്താണ് പ്രോപ്പർ സബ്സെറ്റ്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെറ്റ് നോട്ട് ഈക്വൽ ടു ഇറ്റ്സെൽഫ്. ഒരിക്കലും ആ സെറ്റിന്റെ തന്നെ എലമെന്റ്സ്, അതായത് എ എന്നത് സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ്, ദീസ് ആർ പ്രോപ്പർ സബ്സെറ്റ്സ്. ഓക്കെ, ഒരിക്കലും എയോട് ഈക്വൽ ആകാത്ത സബ്സെറ്റുകളെയാണ് പ്രോപ്പർ സബ്സെറ്റ്. അത് ഓർത്തിരുന്നോട്ടെ കേട്ടോ. അപ്പൊ ഞാനിത് സെറ്റ് തിയറിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ ഡെഫിനിഷനിലേക്ക് പോകാം. കട്ട് സെറ്റ്. എ കട്ട് സെറ്റ് in a connected graph G is a set of edges. അപ്പൊ നമുക്ക് ഗ്രാഫും വെർട്ടെക്സും എഡ്ജസും ആണ്. അപ്പൊ ഒരു കണക്റ്റഡ് ഗ്രാഫിലെ G എന്ന ഗ്രാഫിലെ സെറ്റ് ഓഫ് എഡ്ജസ് ആണ് കട്ട് സെറ്റ്സ്. അപ്പൊ ആ എഡ്ജസിന് ഞാൻ C എന്ന പേര് കൊടുക്കുന്നു. G എന്ന ഗ്രാഫിലെ, കണക്റ്റഡ് ഗ്രാഫിലെ കുറച്ച് എഡ്ജുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ആ എഡ്ജസിന്റെ റിമൂവൽ, whose removal from the graph leaves
ജി ഡിസ്കണക്റ്റഡ്. ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് എഡ്ജസ്, നമ്മുടെ കണക്റ്റഡ് ഗ്രാഫിലുള്ള സെറ്റ് ഓഫ് എഡ്ജസ്, അതിനെ അങ്ങ് ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്താൽ ആ കണക്റ്റഡ് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകും. അത്തരത്തിലുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് കട്ട് സെറ്റ്. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ ഉണ്ട്, റിമൂവൽ ഓഫ് നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി ഡിസ്കണക്ട്സ് ജി. ഓക്കെ, അതെന്താണ് നമുക്ക് ഡെഫിനിഷനിലൂടെ കാണിച്ചു കേട്ടോ. അതുപോലെ തന്നെ കട്ട് സെറ്റിന്റെ മറ്റൊരു പേര് കോസൈക്കിൾ. കോസൈക്കിൾ. ഓക്കെ, അതായത് ഇപ്പൊ ഇത്ര വരെയുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ജി എന്ന ഗ്രാഫിലെ സെറ്റ് ഓഫ് എഡ്ജസ് ആണ്. അവരെ റിമൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ഡിസ്കണക്ട് ആയി കമ്പോണൻസ് ആയിട്ട് മാറും. ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം, എന്നിട്ട് കട്ട് സെറ്റും അതിന്റെ പ്രോപ്പർ സബ്സെറ്റിന്റെ കേസ് പറഞ്ഞതും എന്താണെന്ന് പറയാം. ഇതാണ് ഗ്രാഫ്. ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആണ് അല്ലെ. V1, V2, V3, V4, V5, V6 ഇത്രയും വെർട്ടെക്സ് ഉണ്ട്. A, B, C, D, E, F, G, H, K ഇത്രയും എഡ്ജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതിന് കുറച്ച് എഡ്ജസുകൾ റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോക്കുമ്പോൾ തരാം എന്താ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റഡ് മീൻസ് ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് അതിന്റെ എല്ലാ വെർട്ടിസസിലേക്കും എന്തുണ്ടായിരിക്കണം? പാത്ത് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് എല്ലാ വെർട്ടിസുകളും തമ്മിൽ ഒരു എഡ്ജ് കൊണ്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു വെർട്ടെക്സ് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല. ഇതിപ്പോ ഞാനൊരു സിമ്പിൾ ഗ്രാഫാണ്. V2, V3, V4. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ V1ൽ നിന്ന് V4ലേക്ക് നമുക്ക് കണക്ഷൻ ഉണ്ടോ? ഇങ്ങനെ നോക്കിയില്ല അല്ലെ, എഡ്ജ് ഇല്ല. ബട്ട് ദർ ഈസ് എ പാത്ത്, ഒരു പാത്ത് അവിടെയുണ്ട്. അങ്ങനെ മതി. കണക്റ്റഡ് മീൻസ് എവറി പെയർ ഓഫ് വെർട്ടിസസ് കൺസിസ്റ്റ് എ പാത്ത്. അപ്പൊ ഒരു പാത്ത് കൊണ്ട് രണ്ട് വെർട്ടൈസുകൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവരെയാണ് കണക്റ്റഡ് എന്ന് പറയാം. അപ്പൊ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അത്ര കണക്ഷൻ ഇല്ലാത്തവരെയാണ് ഡിസ്കണക്ട്സ് അല്ലെങ്കിൽ അതായത് കമ്പോണന്റ് ആയിട്ട് നിൽക്കാം. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം, നമ്മുടെ ഇവിടെ ഈ V1ഉം V2ഉം ഞാൻ വേണമെങ്കിൽ V3യിലേക്കും കൂടി കണക്ഷൻ കൊടുക്കാം. V4 ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കാം, അവിടെ ഒരു പാത്തില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇതൊരു കമ്പോണന്റ്, ഇതൊരു കമ്പോണന്റ് ആൻഡ് V4 ഈസ് അനദർ കമ്പോണന്റ്. ഇവര് തമ്മിൽ ഡിസ്കണക്റ്റഡ് ആയി. അപ്പൊ നമ്മൾ ആ ഡിസ്കണക്റ്റഡ് ആക്കുന്ന സെറ്റ് ഓഫ് എഡ്ജസിനെയാണ് പ്രോപ്പർ സെറ്റ് ഓഫ് എഡ്ജസിനെയാണ് കട്ട് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ K എന്ന എഡ്ജിനെ റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും ഇല്ലേ. K റിമൂവ് ചെയ്തപ്പോ V3 എന്ന വെർട്ടെക്സ് അവിടെ എന്തായി? ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഇവർ രണ്ട് കമ്പോണൻസ് ആയിട്ട് മാറി. ഇത് ഫസ്റ്റ് കമ്പോണന്റ്, സെക്കൻഡ് കമ്പോണന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സെറ്റ് K is an isolated set. K is a cut set. ഓക്കെ, അപ്പൊ നമുക്കൊരു കട്ട് സെറ്റിന് ഒരു എക്സാമ്പിൾ ആയി സെറ്റ് K. നമുക്കറിയാം സെറ്റ് ഓഫ് എഡ്ജസ് ആണ്, ഒരു സിംഗിൾട്ടൺ മാത്രമല്ല, സെറ്റ് ഓഫ് എഡ്ജസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എഡ്ജസ് എടുക്കുമ്പോൾ ഏത് എഡ്ജാണോ എടുക്കുന്നത് അതിന്റെ അഡ്ജസൻസി നോക്കിയിട്ട് വേണം ബാക്കിയുള്ള എഡ്ജസ് എടുക്കുന്നത്. അതായത് ഇവിടെ ഒരു എഡ്ജ് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഒരു എഡ്ജ് എടുക്കരുത്. അതിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്ത എഡ്ജ് എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ A എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതിനോട് കണക്ഷൻ ഉള്ളതാ C എടുക്കാം, അല്ലെങ്കിൽ B എടുക്കാം, അല്ലെങ്കിൽ H എടുക്കാം കേട്ടോ.
അപ്പൊ എ എടുത്തിട്ട് ഓടിപ്പോയി ഇ എടുക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് അവിടെ ഒരു അഡ്ജസന്റ് കണ്ടിന്യൂറ്റി വേണം. അപ്പൊ ഞാനിവിടെ നമുക്കൊരു അഡ്ജസന്റ് എഴുതാം. എനെ മാത്രം ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മൾ കെ ആന്ന് പറഞ്ഞു. ഞാൻ ആ കെനെ വീണ്ടും ആ എഡ്ജ് ഇവിടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. നമ്മളിപ്പോ അടുത്ത കട്ട് സെറ്റിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അതൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കെ ഒരു കട്ട് സെറ്റ് ആണെന്ന് നമുക്കറിയാം. അതിനെ റിമൂവ് ചെയ്താൽ ഇറ്റ്സ് ഡിസ്കണക്റ്റഡ്. ഇവിടെ ഇപ്പോ മറ്റൊരു കട്ട് സെറ്റ് എഴുതാം. അപ്പൊ എയോട് തന്നെ അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്ത എലമെന്റ് ബി. ദെൻ വേണമെങ്കിൽ നമുക്ക് ഇ പോകാം, ജി പോകാം. അപ്പൊ നമുക്ക് കട്ട് സെറ്റ് ആവണമല്ലോ. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താവണം? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണം. നോക്ക്, എ ബി ജി ഈ മൂന്ന് എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവോ എന്നൊന്ന് നോക്കാമോ? നമുക്കൊന്ന് നോക്കാം കേട്ടോ. എ ബി ജി ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയോ? ഇല്ല അല്ലേ? ഇല്ലല്ലോ. കണക്ഷൻ ഇല്ലേ? എല്ലാവരിലേക്കും കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എ ബി ജി കട്ട് സെറ്റ് അല്ല. അപ്പൊ നമുക്കത് ഗ്രാഫിന്റെ തിരിച്ചു പോകാം. മറ്റൊരു സെറ്റ് എഴുതാം. എ സി ഡി എഫ് അഡ്ജസന്റ് ആണോ നോക്കാട്ടോ. എ സി ഡി എഫ് അല്ലെ, അഡ്ജസന്റ് ആണ്. അപ്പൊ നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. എ സി ഡി എഫ് എസ് ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടോ? ഇതൊരു കമ്പോണന്റ്, ഇത് അടുത്ത കമ്പോണന്റ് കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ എ സി ഡി എഫ് ഈസ് എ കട്ട് സെറ്റ്. ഇനി ഞാൻ പറയട്ടെ, നമ്മളത് ഒരു കട്ട് സെറ്റ് എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർ സബ്സെറ്റ് വീണ്ടും കട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനെ കട്ട് സെറ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. വൺസ് അഗെയിൻ, എ സി ഡി എഫിന്റെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ സബ്സെറ്റ് ആണ്. അതായത് സെയിം അല്ലാത്ത എലമെന്റ്സ് വരും. ഇപ്പൊ ഇതൊരു എ സി ഡി എന്ന് പറയുന്നത് ഈ എ സി ഡി എഫ് എന്ന കട്ട് സെറ്റിന്റെ സബ്സെറ്റ് ആണ്, പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഈ എ സി ഡിയും നമ്മുടെ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യുവാണെങ്കിൽ എ സി ഡി എഫിനെ കട്ട് സെറ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൊവൈഡഡ് റിമൂവൽ ഓഫ് നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി ഡിസ്കണക്ട്സ് ജി. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം. നമുക്ക് നമ്മുടെ ഗ്രാഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ പഴയ ഗ്രാഫ് തന്നെ ഒന്നോടെ വരയ്ക്കാണ്. എ സി ഡി എഫ് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് കണ്ടു. ഓക്കെ, ഡി എന്ന എഡ്ജ്, ഡി എന്ന എഡ്ജ്, എഫ് എന്ന എഡ്ജ് ഇവര് കട്ട് ചെയ്തപ്പോഴാണ് ഗ്രാഫ് ഡിസ്കണക്ട് ആയത്. ഞാൻ പറയാൻ പോകുന്നത് എ സി ഡി എന്ന പ്രോപ്പർ സബ്സെറ്റ് മാത്രം, പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ് മാത്രം റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. നോക്കാം. എ സി ഡി ഇപ്പൊ നോക്കിക്കേ, ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിട്ടില്ല. അതായത് പ്രോപ്പർ സബ്സെറ്റ് എടുത്താലും അതിന് ഡിസ്കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇത് കട്ട് സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോവാം. മറ്റൊരു കട്ട് സെറ്റ് എടുക്കാം. ഇതുപോലെ ഇഷ്ടംപോലെ കട്ട് സെറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് അഗെയിൻ കട്ട് സെറ്റ് ആവാതിരുന്നാൽ മതി. ഹിയർ എ സി ഞാൻ ഇവിടെ പറയാണ്, എ സി എച്ച് ഡി ഈസ് നോട്ട് എ കട്ട് സെറ്റ്. ഇവിടെ എ സി എച്ച് ഡി നോട്ട് എ കട്ട് സെറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ
എ സി എച്ചിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് എ സി എച്ച് ഡിയിലെ പ്രോപ്പർ സബ്സെറ്റ് ആണ് എ സി എച്ച്. അപ്പോ എ സി എച്ച് മാത്രം എടുത്തപ്പോൾ തന്നെ എന്ത് പറ്റി? ഈ ഗ്രാഫ് രണ്ട് കമ്പോണന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇതൊരു കമ്പോണന്റ്, ഇത് അടുത്ത കമ്പോണന്റ് കണ്ടോ, രണ്ടുപേരും ഡിസ്കണക്റ്റഡ് ആയി. അപ്പൊ നമ്മൾ എന്ത് എഴുതിയാൽ മതി? എ സി എച്ച് ആണ് അവിടുത്തെ കട്ട് സെറ്റ് എന്ന് എഴുതിയാൽ മതി. എച്ച് ഡി എന്ന് ചേർത്ത് ഒരു എഡ്ജും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, കട്ട് സെറ്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് മതി അല്ലെ? മിനിമം നമ്പർ ഓഫ് എഡ്ജസ് വരുന്ന, എന്നാൽ ഇതെല്ലാം സിംഗിൾട്ടൺ എഡ്ജസും റിമൂവ് ചെയ്താൽ കട്ട് ആവണമെന്നില്ല. ഇവിടെ ഇപ്പൊ ഒരു കെ എന്നൊരു സിംഗിൾ സെറ്റ് മാത്രം ആയതുകൊണ്ട് അത് കട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എ സി എച്ച് ഡി, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോ ഡീനെയും കൂടി റിമൂവ് ചെയ്യുമ്പോൾ നോക്കുമ്പോ കട്ട് സെറ്റ് ആവണ്ടേ. പക്ഷെ അവിടെ ഡീനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എ സി എച്ച് മാത്രം റിമൂവ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എ സി എച്ച് ഇസ് എ കട്ട് സെറ്റ്. അതുകൊണ്ടാണ് ആ പ്രൊവൈഡഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി, നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി ഡിസ്കണക്ട്സ് ജി എന്നവിടെ എഴുതാൻ കാരണം. അപ്പോൾ എക്സാമ്പിളിൽ നിന്ന് ഡെഫിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ തന്നെ ഒരു വർക്ക് കൊടുത്തരാം. അനദർ ഗ്രാഫ്, എക്സാമ്പിൾ നമ്പർ 2. നിങ്ങളുടെ വർക്കാണ് കേട്ടോ. ഇവിടെ ഒരു കട്ട് സെറ്റ് പറയണം, കട്ട് സെറ്റും പറയണം, അതുപോലെ തന്നെ നോട്ട് എ കട്ട് സെറ്റ്, അത് പ്രോപ്പർ സബ്സെറ്റ് ഒന്നും വരാത്ത രീതിയിലുള്ള കട്ട് സെറ്റ് പറയുക. ഇതാണ് ഗ്രാഫ്, കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഇതിന്റെ കുറച്ച് കട്ട് സെറ്റുകൾ പറയാം. ഒരു കട്ട് സെറ്റ് ഒന്നുമില്ല, ആരെ റിമൂവ് ചെയ്താലും ഡിസ്കണക്ട് ആവില്ല. ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ. ശരിയാണോ? യെസ്, സെറ്റ് E8 ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കേ. ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടല്ലേ എഫ് സിംഗിൾ ആയിട്ട് മാറി നിൽക്കുന്നു. ഇതൊരു കമ്പോണന്റ്, ഇതൊരു കമ്പോണന്റ്, എഫ് മറ്റൊരു കമ്പോണന്റ്. കണ്ടോ, ഡിസ്കണക്റ്റഡ് ആയി. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളത് വരച്ചെടുത്തോ അതൊന്ന് ജസ്റ്റ് എഡ്ജൊക്കെ ഒന്ന് മാച്ച് നോക്കുക കേട്ടോ. അപ്പൊ അതൊരു കട്ട് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സെറ്റ് E8. ഇനി ആരെങ്കിലും ഉണ്ടോ? മിനിമം നമ്പർ ഓഫ് എഡ്ജസ് വേണേ. അതായത് അതിന്റെ തന്നെ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുമ്പോൾ കട്ട് സെറ്റ് ആവാതിരുന്നാൽ മതി. E4 yes, E4 again കണ്ടോ, ഈനെ മാത്രം സിംഗിൾ ആക്കി. E4 as a cut set. വേറെ ഏതെങ്കിലും സെറ്റ് E7 E3 E2 E3 E7 S നോക്കാം നമുക്ക്. കണ്ടോ, എ ബി എന്നുള്ള രണ്ട് കമ്പോണന്റ് ആയി. അപ്പോ സെറ്റ് E2 E3 E7 ഇത്രേ ഉള്ളൂ കേട്ടോ കട്ട് സെറ്റ് പറയല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ സബ്സെറ്റുകൾ വീണ്ടും കട്ട് സെറ്റ് ആവാതിരിക്കാം. യെസ്, അപ്പൊ നമുക്ക് കട്ട് സെറ്റ് എന്താന്ന് മനസ്സിലായി. ഇനി അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. പ്രോപ്പർട്ടീസ് 3 തിയറമായിട്ടാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ 3 തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ മൂവ് ഓൺ ടു പ്രോപ്പർട്ടീസ്. അപ്പൊ 4th മൊഡ്യൂളിലെ ആദ്യത്തെ തിയറം 4.1 സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? എവറി കട്ട് സെറ്റ് in a connected graph G must contain
least one branch of every spanning tree of G. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ സ്പാനിങ് ട്രീ വന്നിട്ടുണ്ട്, ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ തേർഡ് മൊഡ്യൂളിലെ 1-2 ടേംസ് കയറി വന്നിട്ടുണ്ട്. എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് G must contain at least one branch of every spanning tree of G. അതായത് നമുക്ക് നമ്മുടെ ഈ ഇതിലേക്ക് പോകാം. നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. കണക്റ്റഡ് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ എന്താണെന്ന് ആദ്യം ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഒരു ഗ്രാഫ് കണക്റ്റഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ തന്നെ സബ് ഗ്രാഫ് ആയിരിക്കും. കണ്ടെയ്ൻ ഓൾ വെർട്ടീസസ് ആൻഡ് ഇറ്റ് ഈസ് എ ട്രീ. ഓക്കെ, ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രീ ഈസ് എ കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് വിച്ച് മീൻസ് നോ സൈക്കിൾസ് അല്ലെ. അപ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ സ്കെലട്ടൺ ആണ്. അതായത് എല്ലാ വെർട്ടീസസും ഉണ്ട്, അവരെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ്, അതായത് n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ്. ഞാനത് എന്റെ തന്നെ സ്പാനിങ് ട്രീ താഴത്തേക്ക് വരയ്ക്കാം കേട്ടോ. സ്പാനിങ് ട്രീ ഏത് തരത്തിൽ വേണമെങ്കിലും വരയ്ക്കാം. നമുക്കറിയാലോ ഏറ്റവും മിനിമം ഒരു സ്പാനിങ് ട്രീ എങ്കിലും ഒരു ഗ്രാഫിൽ കാണുമെന്നാണ് ഒരു തിയറത്തിൽ പഠിച്ചേക്കുന്നത് അല്ലെ. There is at least one spanning tree in every connected graph. നമുക്കിവിടെ ഏതെങ്കിലും ഒരു സ്പാനിങ് ട്രീ വരയ്ക്കാം, എന്നിട്ട് നമ്മുടെ തിയറത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പറയാം. ഞാനിവിടെ ഇങ്ങനെ ആ ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ ഒരു സ്കെൽട്ടൺ പോലെ എല്ലാ വെർട്ടിസസിലേക്കും ഒരു കണക്ഷൻ കൊടുത്തിട്ട് ആ ഗ്രാഫിന്റെ ഒരു സ്കെൽട്ടൺ എല്ലാ വെർട്ടെക്സസും ആദ്യം വരച്ചു. അറിയാലോ സ്പാനിങ് ട്രീ നമ്മൾ അൽഗോരിതം ഒക്കെ വെച്ച് വരച്ചേക്കുന്നതാ, ഓർമ്മയുണ്ടോ? ക്രിസ്കാൽസ് അൽഗോരിതവും പ്രിംസ് അൽഗോരിതവും സ്പാനിങ് ട്രീ വരയ്ക്കാൻ മാത്രമുള്ള അൽഗോരിതംസ് ആണ്. അപ്പോൾ എല്ലാ വെർട്ടിസസും വേണമെന്നുള്ള കാര്യം ഒന്ന് റീകോൾ ചെയ്യുക അല്ലെ. ആദ്യമേ തന്നെ നമ്മുടെ പ്രോസസ് ആയിരുന്നു ലേബൽ ഓൾ വെർട്ടിസസ്. അപ്പൊ ഇവിടെ 6 വെർട്ടെക്സ് ഉണ്ട്, 5 എഡ്ജസ് ഉണ്ട്. ഇറ്റ്സ് എ ട്രീ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് സ്പാനിങ് ട്രീ. നമ്മുടെ ഗ്രാഫിൽ എന്താണ് ഒരു സ്പാനിങ്, അതായത് കണക്റ്റഡ് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീയിൽ നമ്മൾ ഏത് കട്ട് സെറ്റ് എടുത്താലും ആ സ്പാനിങ് ട്രീയിലെ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജ് എങ്കിലും കാണും. ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് സ്പാനിങ് ട്രീയിലെ എഡ്ജസിനെയാണ് കേട്ടോ. നമ്മൾ അവിടെ ഒരു കഴിഞ്ഞ മൊഡ്യൂളിൽ അതൊരു ഡെഫിനിഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സ്പാനിങ് ട്രീ ഈസ് നോൺ ആസ് ബ്രാഞ്ചസ്. എഡ്ജസ് ഇൻ ദ കണക്റ്റഡ് ഗ്രാഫ് ഈസ് നോൺ ആസ് കോർഡ്സ്. സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസിനെ, അതായത് കണക്റ്റഡ് ഗ്രാഫിൽ നിന്നാണ് സ്പാനിങ് ട്രീ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്റ്റഡ് ഗ്രാഫിലുള്ള എഡ്ജസിനെ കോർഡ്സ് എന്നും സ്പാനിങ് ട്രീയിൽ വന്നിരിക്കുന്ന ആ റിമൂവ് ചെയ്യാത്ത എഡ്ജസിനെ നമുക്ക് ബ്രാഞ്ചസ് എന്നും വിളിക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ബ്രാഞ്ചസ് നമ്മൾ ഏത് കട്ട് സെറ്റ് എടുത്താലും ആ ബ്രാഞ്ചസിലെ ഒരു എഡ്ജ്, സ്പാനിങ് ട്രീയിലെ ഒരു എഡ്ജ് ആ കട്ട് സെറ്റിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഈ തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. വായിച്ചു നോക്കാം, നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കൺസിഡർ എ സ്പാനിങ് ട്രീ ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് G ആൻഡ് ലെറ്റ് us be any cut set in G. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്പാനിങ് ട്രീ എടുത്തു. ഇനി എന്തായിരിക്കണം, അതിൻ്റെ അകത്തുനിന്ന് ഒരു കട്ട് സെറ്റ് എഴുതണം അല്ലെ. കട്ട് സെറ്റ് നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, E2, E3, E7. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആ ഗ്രാഫിന്റെ തന്നെ എഡ്ജസിന് നമുക്കിവിടെ ഉള്ള എഡ്ജസിന് പേര് കൊടുക്കാം കേട്ടോ. E1 ഉണ്ട്, E3 ഉണ്ട്, E6 ഉണ്ട്, E5. നമുക്ക് നേരത്തെ വരച്ച എക്സാമ്പിൾ വരച്ച സെയിം ഗ്രാഫ് തന്നെയാണ്, അതിന്റെ സ്പാനിങ് ട്രീ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബ്രാഞ്ചസ് E1, E3, E6, E5, E8. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു കട്ട് സെറ്റിന് എഴുതാണ്. കട്ട് സെറ്റ് നിങ്ങൾ പറഞ്ഞു തന്നെ കട്ട് സെറ്റ് E2, E3, E7. അപ്പൊ നമ്മുടെ തിയറി ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇവിടെ ശരിയാണ്. ആ കട്ട് സെറ്റിന്റെ അകത്ത് എന്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് E3. സ്പാനിങ് ട്രീയിലെ ഒരു എഡ്ജ് എന്താണെങ്കിലും ആ കട്ട് സെറ്റിന്റെ അകത്ത് വരും എന്നാണ് തിയറം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിളിൽ നിന്ന് അത് ക്ലിയർ ആണല്ലോ. നമുക്കത് പ്രൂഫിലേക്ക് പോകാം. അപ്പൊ പ്രൂഫിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വേണം എഴുതാൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ വരച്ചു വെച്ചാൽ മാത്രം പോരാ, എഴുതി പഠിപ്പിക്കണം. പ്രൂഫ്
consider a spanning tree അല്ലേ? സ്പാനിങ് ട്രീയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു സ്പാനിങ് ട്രീനെ നമുക്ക് വേണം. അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് സ്പാനിങ് ട്രീ ഒരു ടി എന്ന പേര് കൊടുത്ത് എഴുതി. ഓക്കെ, നമ്മളിവിടെ ടി എന്ന പേര് കൊടുത്തു. എന്നിട്ട് ലെറ്റ് എസ് ബി എനി കട്ട് സെറ്റ്. അപ്പൊ ജിയിലെ കട്ട് സെറ്റ് ആണ് എസ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം എസിലെ ഒരു എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും? ടിയിൽ ഉണ്ടായിരിക്കും എന്നാണ് തിയറം. അപ്പൊ ഞാൻ പറയാണ് തിയറം അങ്ങനെ ആണെന്ന് പറഞ്ഞേക്കുവാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു നമുക്കതിന്റെ കോൺവേഴ്സ് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇല്ല എന്നൊന്ന് പറയാം. നമ്മൾ അസ്യൂം ചെയ്യാണ് if S has no H in common with T. Okay. ഈ ടിയുമായിട്ട് കട്ട് സെറ്റിലെ ഒരു എഡ്ജും കോമൺ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എസിനെ റിമൂവ് ചെയ്താൽ എന്താകും? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണല്ലോ. Then the removal of the cut set S from G will not disconnect the graph. അല്ലേ? ഒന്ന് കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. സ്പാനിങ് എന്താന്ന് അറിഞ്ഞിരിക്കണം, കട്ട് സെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ബ്രാഞ്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വൺസ് അഗൈൻ ഞാൻ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? നമ്മളൊരു സ്പാനിങ് ട്രീനെ കൺസിഡർ ചെയ്തു. ഇതാണ് സ്പാനിങ് ട്രീ. എന്നിട്ട് പറഞ്ഞു ഇതാണ് എസ്, ഇതിന്റെ അകത്തുള്ള കട്ട് സെറ്റ്. ഓക്കെ, നമുക്കിവിടെ സ്പാനിങ് ട്രീ വരച്ചു വെച്ചിട്ടുണ്ട്. കട്ട് സെറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടാലും അറിയാം. ഇപ്പൊ നിങ്ങൾ E4 E5 നിങ്ങൾ പറഞ്ഞ മറ്റൊരു കട്ട് സെറ്റ് ആണ് E4 E5. അതിലെ എഡ്ജസും ഉണ്ട്. E8 അല്ലേ, അതും ഉണ്ട്. ഇവിടെ എഡ്ജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് കട്ട് സെറ്റ് എടുത്താലും ആ കട്ട് സെറ്റിലെ ഒരു എലമെന്റ് എവിടെയുണ്ട്? ആ കണക്റ്റഡ് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീയിൽ ഉണ്ട് എന്നുള്ളത് എക്സാമ്പിളിൽ നമുക്ക് പ്രൂവ്ഡ് ആണ്. പക്ഷെ അത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിനകത്തുള്ള കട്ട് സെറ്റ് എസിനെ എടുത്തു. എന്നിട്ട് പറയാണ് ആ എസിലെ ആ കട്ട് സെറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഇഫ് എസ് ഹാസ് നോ കോമൺ എഡ്ജസ് വിത്ത് ടി. എസിന്റെ അകത്ത് എഡ്ജസ് കോമൺ ഇല്ല എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുമോ എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. കോൺട്രഡിക്ടറി പ്രൂഫ് ആണ്. We assume that there is no edges common with S and T. Okay, അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് അങ്ങനെ അസ്യൂം ചെയ്ത കോമൺ അല്ലെങ്കിൽ നമ്മൾ എസിനെ റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ കോമൺ ഇല്ലെങ്കിൽ എന്ത് പറ്റില്ല? ഇവിടെ ഒരു ഡിസ്കണക്ഷൻ പോസിബിൾ അല്ല അല്ലെ? കട്ട് സെറ്റിലെ ഒരു എലമെന്റ് ഇവിടെ കോമൺ ഇല്ലല്ലോ, ടിയിൽ കോമൺ ഇല്ലല്ലോ. അപ്പൊ ടി ഒരിക്കലും ഡിസ്കണക്റ്റഡ് ആവില്ല. അത് എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. എന്തിന്? കട്ട് സെറ്റിന്. കട്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ആക്കും. അത് അതിന്റെ സ്പാനിങ് ട്രീ ആണെങ്കിൽ കൂടി ആ ഗ്രാഫിനെ ഡിസ്കണക്ട് ആക്കിയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇഫ് എസ് ഹാസ് നോ എഡ്ജ് ഇൻ കോമൺ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എന്താണ് അതിന്റെ ആക്ച്വൽ? ദാറ്റ് ഇസ് ഹെൻസ് ദ തിയറം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി തിയറം എന്ന് പറയാം. ദാറ്റ് ഇസ് there is an edge common with S and T. അതായത് കട്ട് സെറ്റിലെ ഒരു എഡ്ജ് സ്പാനിങ് ട്രീയുടെ ബ്രിഡ്ജ് ആണ്. ക്ലിയർ? സംശയം ഉണ്ടോ? വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. തിയറം 4.2 ഈ സെയിം തിയറത്തിന്റെ കോൺവേഴ്സ് ആണ്, തിരിച്ചു പറയുന്നതാണേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞത് കട്ട് സെറ്റിന്റെ അകത്തുള്ള എഡ്ജസ് സ്പാനിങ് ട്രീയുടെ ബ്രിഡ്ജുമായിട്ട് ബ്രിഡ്ജിലുണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി ഇത് തിരിച്ചു പറയാൻ പോകുന്നു. സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു മിനിമം എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് കട്ട് സെറ്റ് ആണെന്ന് അതിനെ നേരെ തിരിച്ചു പറയുന്നു. ഓക്കെ, കോൺവേഴ്സ് ഓഫ് ദി തിയറം 4.1ന്റെ കോൺവേഴ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോട്ടെ. അപ്പൊ നമുക്ക് എഴുതാം സ്റ്റേറ്റ്മെന്റ്. In a connected graph G,
any minimal set of edges containing at least one branch of every spanning tree of G is a cut set. സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നേരത്തെ പറഞ്ഞ തിയറത്തിന്റെ കോൺവേഴ്സ് പാർട്ടാണ്, അതായത് നേരെ തിരിച്ച് കണക്റ്റഡ് ഗ്രാഫിലെ ഒരു സ്പാനിങ് ട്രീയുടെ ഒരു മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ്, അതിൻ്റെ അകത്തുള്ള ഏറ്റവും മിനിമൽ സെറ്റ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവരി സ്പാനിങ് ട്രീ ഓഫ് ജി ഇസ് എ കട്ട് സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയണം, സ്പാനിങ് ട്രീ എടുത്തിട്ട് അതിനകത്തുള്ള ബ്രാഞ്ചസിലെ ഒരാളെങ്കിലും എന്ത് പറയണം, കട്ട് സെറ്റ് ആണ് എന്ന് പറയണം. ഓക്കെ, നേരെ തിരിച്ചിട്ടുള്ള പ്രൂഫാണ്. സ്പാനിങ് ട്രീ ആണ്, സ്പാനിങ് ട്രീയിലെ ഏതെങ്കിലും ഒരു മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് എടുക്കുക, അതിനകത്ത് എന്ത് വരും, കട്ട് സെറ്റ് ഉണ്ടാകും എന്നാണ് പറയേണ്ടത്. പ്രൂഫ് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പൊ നമുക്ക് അവിടെ പ്രൂഫ് വേണമെങ്കിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് വേണം, സ്പാനിങ് ട്രീ വേണം, മിനിമം നമ്പർ ഓഫ് എഡ്ജസ് വേണം, അല്ലേ? അത് നമ്മളവിടെ ഇപ്പൊ നിങ്ങൾ എന്ത് പ്രൂഫ് ആണെങ്കിലും എന്താണോ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പോകണം കേട്ടോ. എനിക്ക് തോന്നുന്നു 4 മൊഡ്യൂളായി, 4ാമത്തെ മൊഡ്യൂളായി. ആദ്യത്തെ മൊഡ്യൂളിലൊക്കെ ഇങ്ങനെ തിയറംസ് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടൻസ് ആയിട്ട് എഴുതുന്നത്, അതായത് സ്റ്റെപ്പ്, നമ്മളിപ്പോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫോർമുല വേണം, ഫോർമുലയുടെ അകത്തുള്ള ടേബിള് വരയ്ക്കണമെങ്കിൽ ടേബിള് വേണം, അത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻസ് വേണം, എന്നിട്ട് സോൾവ് ചെയ്ത് ഫൈനൽ എക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ അതിനെ പറ്റി ആ ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് പറ്റുമെങ്കിൽ എഴുതിയാൽ നല്ലതുമാണ്. Okay, let G be a connected graph. Okay, എന്നിട്ട് നമുക്ക് ഇവിടെ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവരി സ്പാനിങ് ട്രീ, ഇതിനൊരു പേര് കൊടുക്കാം. എനി മിനിമൽ സെറ്റ്, അല്ലെ? ആ സ്പാനിങ് ട്രീയുടെ അകത്ത് ആ കണക്റ്റഡ് ഗ്രാഫിലെ ഒരു സ്പാനിങ് ട്രീയിലെ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ്, ബ്രാഞ്ചസ് ഉൾപ്പെടുന്ന എഡ്ജസ് എടുക്കാണ്, അതിനൊരു പേര് കൊടുക്കാം. നമുക്ക് അവിടെ പേര് കൊടുക്കാം, ലെറ്റ് ക്യൂ ബി എ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ്, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ എടുത്തെഴുതണം കേട്ടോ, അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവരി സ്പാനിങ് ട്രീ ഓഫ് ജി. ഓക്കെ, അപ്പൊ ജി എന്നുള്ളത് കണക്റ്റഡ് ഗ്രാഫ് ആണ്, ക്യൂ എന്ന് പറയുന്നത് സ്പാനിങ് ട്രീയിലെ സെറ്റ് ഓഫ് എഡ്ജസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജിയും ക്യൂവും തമ്മിൽ ബന്ധമുണ്ട്. ജി കണക്റ്റഡ് ഗ്രാഫിലെ ഗ്രാഫാണ്, ക്യൂ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ വരുന്ന എഡ്ജസുകൾ ഉൾപ്പെടുന്ന സ്പാനിങ് ട്രീയുടെ എഡ്ജസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ജി മൈനസ് ക്യൂ? ജി എന്ന കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് ഇതിപ്പോ ഒരു E2, E3, E7 അല്ലെങ്കിൽ E1, E3, E6 എന്നുള്ള ഒരു മിനിമം സെറ്റ് ഓഫ് എഡ്ജസിനെ ഞാൻ എടുത്തു. അത് എവിടെയുള്ളതാണ്? കണക്റ്റഡ് ഗ്രാഫിലുള്ളതാണ്, സ്പാനിങ് ട്രീയിലുള്ളതാണ്, അല്ലെ? അപ്പൊ ആ എഡ്ജസിനെ റിമൂവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സബ് ഗ്രാഫ് അല്ലേ ഒബ്ടൈൻ ചെയ്യാം. നമ്മളിപ്പോ ഡിസ്കണക്റ്റഡിന്റെ കേസിലിട്ട് പോകുന്നില്ല, അതിന് മുമ്പ് പറയാം. ജി മൈനസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഗ്രാഫ് ഒബ്ടൈൻഡ് ഫ്രം ജി. നമുക്കറിയാലോ സബ് ഗ്രാഫ് എന്താണെന്ന് അറിയാലോ. ഓക്കെ, ഓക്കെ, അപ്പൊ ജി മൈനസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഗ്രാഫ് ആണ്, പക്ഷെ അതൊരു സ്പാനിങ് ട്രീ ആവില്ല, അല്ലെ? കാരണം നമ്മൾ സ്പാനിങ് ട്രീയിലെ എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് സ്പാനിങ് ട്രീ അല്ല. അപ്പൊ നമുക്ക് പറയാം ജി മൈനസ് ക്യൂ കണ്ടെയ്ൻസ് നോ സ്പാനിങ് ട്രീ. അതിനകത്ത് സ്പാനിങ് ട്രീ ഇല്ല.
ഓക്കെ, സ്പാനിങ് ട്രീ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം, എന്ത് പറയാം, സ്പാനിങ് ട്രീ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ വെർട്ടിസസുകൾക്കും തമ്മിലുള്ള ഒരു പാത്ത് ഉണ്ടായിരിക്കും, യൂണീക്ക് പാത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നോ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദ ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ്. അപ്പൊ G മൈനസ് ക്യൂ ഡിസ്കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് പറയാം G മൈനസ് ക്യൂ ഈസ് ഡിസ്കണക്റ്റഡ്. അതായത് സബ് ഗ്രാഫ് ആണ്, പക്ഷെ അതെന്താണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസിനെ റിമൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമെങ്കിൽ എന്ത് പറയണം, ക്യൂ ഇസ് എ കട്ട് സെറ്റ്. കട്ട് സെറ്റും ആണ്. അതിനകത്ത് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു എഡ്ജ് ആഡ് ചെയ്ത് കൊടുത്താൽ അതെന്താകും, കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗ്രാഫുകൾ വരച്ച് നോക്കിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആകും. അതിന്റെ തിയറി, അതിന്റെ വൺ സൈഡും തിരിച്ചും അങ്ങോട്ടുള്ള പ്രൂഫാണ്. ഓക്കെ, തിയറം 4.1ന്റെ കോൺവേഴ്സ് തന്നെയാണ് തിയറം 4.2. അപ്പൊ കട്ട് സെറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു തിയറം കൂടെ ഉണ്ട്, അത് കുറച്ച് ലെങ്തിയാണ്, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.